ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കടലവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 4 മണിക്കൊക്കെ അല്ലെങ്കിൽ നമ്മൾ വൈകിട്ടത്തെ ചായക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ കൂടെ കറി വെക്കുന്ന കടലയില്ലേ, ആ കടല കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കടലവട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സവാള, പച്ചമുളക്, അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇലയും പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ആണ് നമ്മൾ ഇതിലാകെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരു 5 മണിക്കൂറൊക്കെ കുതിർത്തി വെച്ചിട്ടുള്ള കടല എന്ത് ചെയ്യണേ, ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് മാറ്റി വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ തന്നെ കേട്ടോ, അതാ കിടക്കുന്ന നിലത്ത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എടുത്തു. പിന്നെ നമ്മൾ പൊടി ഐറ്റംസ് ഇടുന്നത് കുറച്ച് കടലമാവ്, അരിപ്പൊടി, മൈദപ്പൊടി. അരിപ്പൊടി ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ കുറച്ചൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പൊടി യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തു. നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണ്ടിച്ചാൽ ഇടാം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അളവിലൊന്നും നമ്മൾ എടുത്തിട്ടില്ല, നമുക്ക് ഏകദേശം വേണ്ട രീതിയിൽ എടുത്താണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ നന്നായിട്ട് കൈകൊണ്ട് എന്ത് ചെയ്തു, അതിനൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം തീരെ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ബോൾ പോലെ ആക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം അടച്ചു വെച്ചു. പിന്നെ അതിനുശേഷം ഉണ്ടാക്കാൻ നേരത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഇതേപോലെ പരത്തിയെടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ആ ഒരു കടലവട നമ്മൾ എന്ത് ചെയ്യാണ്, ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് ഡീപ്പായിട്ട് എന്ത് ചെയ്താൽ മതി, കുറച്ച് നന്നായിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഫ്രൈ ചെയ്തെടുത്താൽ മതി. എങ്കിലേ അതിലുള്ളിലുള്ള കടലയും ഒക്കെ ഒന്നും എന്ത് ചെയ്യുള്ളൂ, വെന്ത് കിട്ടുള്ളൂ. നമ്മൾ പച്ചക്കടലയല്ലേ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രൈ ചെയ്തിട്ട് തന്നെ കോരി എടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്ത ട്രിപ്പ് വീണ്ടും എന്ത് ചെയ്യാണ്, എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അരിപ്പൊടി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് കൂടി ഡാർക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പരിപ്പോടൊക്കെ കടലോടൊക്കെ പുറത്തേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ.